ഹലോ എവരിവൺ, വെൽക്കം ടു AZB അക്കാഡമി. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ റെയിൽവേ അല്ലെങ്കിൽ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് RRB പുതുതായിട്ട് അടിപൊളി ഒരു നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ RRB JE നോട്ടിഫിക്കേഷൻ റിലീസ് ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാവുന്ന പോലെ തന്നെ ഒരു ആപ്ലിക്കേഷൻ ഓപ്പണിംഗ് ആവുന്നത് ഓഗസ്റ്റ് 14 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നുണ്ട്. ക്ലോസിംഗ് ഡേറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് 13 വരുന്നത്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം, ജൂനിയർ എഞ്ചിനീയർ പേ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പേ ലെവലുള്ളത് ലെവൽ 6 അതിൻ്റെ ഒരു പേ ലെവൽ വരുന്നത്. ഇനി ഒരു ഇനിഷ്യൽ പേ തന്നെ 35,400 റേഞ്ച് വരുന്നുണ്ട്. വേക്കൻസീസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. വേക്കൻസീസ് അറൗണ്ട് ഒരു 4,000 വേക്കൻസീസ് വരുന്നുണ്ട്. ജെയിൻ്റെ ഈ വട്ടം നോട്ടിഫിക്കേഷൻസിൽ അറൗണ്ട് ഒരു 4,000 റേഞ്ച് വേക്കൻസി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാവുന്ന പോലെ തന്നെ റിക്രൂട്ട്മെൻറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ്. പിന്നെ വേക്കൻസീസ് പറയുന്നത് 4,098 വേക്കൻസി പറയുന്നത്. പോസ്റ്റ് ഈ പറയുന്ന ജൂനിയർ എഞ്ചിനീയർ, DMS, CMA എന്ന് പറയുന്ന ഓപ്ഷൻസ് പോസ്റ്റുകളായിരിക്കും ഉണ്ടാവുക. പിന്നീട് പേ ലെവൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 7th CPC ലെവൽ 6 വരുന്നത്. ഓക്കെ, അപ്പോൾ അതും കൂടെ നോട്ട് ചെയ്ത് വെച്ചോണം. ബേസിക് സാലറി ഇതായിരിക്കില്ല, പക്ഷേ ബേസിക് ആയിട്ട് എത്ര പറയുന്നുണ്ട്? 35,400 പെർ മന്ത് പറയുന്നുണ്ട്. ഇനി നോട്ടിഫിക്കേഷൻ ഡേറ്റ് മറന്നു പോരുത്. ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ എന്ന് വരുന്നുണ്ട് 13 ഓഗസ്റ്റ് 13 ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ അന്ന് മുതൽ അല്ലെങ്കിൽ അടുത്ത ഡേറ്റ് മുതൽ 14 ഓഗസ്റ്റ് മുതൽ 13 സെപ്റ്റംബർ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓൾറെഡി നമ്മളുടെ ബാക്കിയുള്ള റെയിൽവേ തന്നെ NTPCക്ക് അപ്ലൈ ചെയ്യുന്ന സെയിം സൈറ്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വരും. അതുവഴി അപ്ലൈ ചെയ്യണം. കഴിയുന്നതും ഒരു ക്ലോസിംഗ് ഡേറ്റിൻ്റെ ഒരു 3 to 4 days മുമ്പായിട്ട് എന്ത് ചെയ്യുക? നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാര്യം അവസാന സമയം സൈറ്റ് റഷ് ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നേരത്തെ തന്നെ എന്ത് ചെയ്യുക? നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന കാര്യം എൻഷുർ ചെയ്യുക. പിന്നെ സെലക്ഷൻ പ്രോസസ്സിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് CBT 1 അതിനുശേഷം CBT 2, പിന്നെ അതിനുശേഷം പിന്നീടുള്ളത് എക്സാമുകളില്ല. പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും പിന്നെ മെഡിക്കൽ എക്സാമിനേഷനും ആണ്, അല്ലേ? അപ്പോൾ നമ്മുടെ മുകളിലുള്ള പ്രധാനപ്പെട്ട 2 ടാസ്ക് എന്ന് പറയുന്നത് CBT 1 CBT 2 ആണല്ലേ. അപ്പോൾ അത് ക്ലിയർ ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും അതേപോലെ തന്നെ മെഡിക്കൽ എക്സാമിനേഷൻസിനും വിളിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി ക്വാളിഫിക്കേഷൻ അല്ലേ. ഇപ്പം നമ്മളെല്ലാവരും അറിയേണ്ടത്, ഇപ്പം JE ആകുമ്പോഴത്തേക്കും എന്തായിരിക്കും ക്വാളിഫിക്കേഷൻ? ഇവിടെ പറയുന്നുണ്ട് വ്യക്തമായിട്ട്, കാൻഡിഡേറ്റ് ഷുഡ് പോസസ് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഇൻ ദ റെലവൻറ്റ് ഡിസിപ്ലിൻ. അതായത് ഇപ്പം നമുക്കറിയാമല്ലോ, JE എന്ന് പറയുമ്പം ഓരോ ഫീൽഡ് അനുസരിച്ച് വിളിക്കുന്നത്. ഇപ്പോൾ സിവിലിന് ഇത്ര വേക്കൻസി, അല്ലെങ്കിൽ ഇപ്പോൾ ഇലക്ട്രോണിക്സ് ഇത്ര വേക്കൻസി, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ മേഖല ഇത്ര വേക്കൻസി, അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ വരുന്നുണ്ടാവുക, അല്ലേ? അപ്പോൾ ആ ഒരു റെലവൻറ്റ് ഫീൽഡിൽ നമുക്ക് ഈ പറയുന്ന പോലെ ആ ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം. അപ്പം കാൻഡിഡേറ്റ് ഷുഡ് പോസസ് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഇൻ ദ റെലവൻറ്റ് ഡിസിപ്ലിൻ ഓർ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് വേർ ആപ്ലിക്കബിൾ. എവിടെയാണ് ആപ്ലിക്കബിൾ? ഇനി ദ അക്സെപ്റ്റഡ് എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ വേരീസ് അക്കോർഡിംഗ് ടു ദ പോസ്റ്റ് സെലക്ടഡ്. ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻസ് വിൽ ബി അവൈലബിൾ ഇൻ ദ കംപ്ലീറ്റ് RRB JE നോട്ടിഫിക്കേഷൻ, അല്ലേ? അപ്പം ഇനി ഏതൊക്കെ പോസ്റ്റിലേക്കാണ് ഇപ്പം ഒരു പർട്ടിക്കുലർ ഇപ്പം സിവിൽ എഞ്ചിനീയർ ആണെങ്കിൽ ഏതൊക്കെ പോസ്റ്റിലായിരിക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവുക, ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെ കാണാൻ സാധിക്കും? ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് RRBൻ്റെ, അതിൽ ക്ലിയർ കട്ടായിട്ട് പറയുന്നുണ്ടാവും എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ഏജ് ലിമിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മിനിമം ഏജ് എന്ന് പറയുന്നത് 18 years ആണ്. മാക്സിമം ഏജ് എന്ന് പറയുന്നത് 33 years ആണ്. ഇനി ഇത് കൂടാതെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ എന്തുണ്ട്? എല്ലാ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിനും ഏജ് റിലാക്സേഷൻ ഉണ്ടെന്ന് പറയുന്ന പോലെ ഇവിടെയും ഏജ് റിലാക്സേഷൻ ഉണ്ട്. അത് എന്താണ്? ബാധകമാണ്, അല്ലെങ്കിൽ ആപ്ലിക്കബിൾ ആണ്, അതുണ്ട്. അതല്ലാണ്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ പറയുകയാണെങ്കിൽ മിനിമം ഏജ് 18 years അതേപോലെ തന്നെ മാക്സിമം ഏജ് എന്ന് പറയുന്നത് എത്രയാണ്? 33 years ആണെന്നുള്ള കാര്യം എന്ത് ചെയ്ത് വെച്ചോണം? നോട്ട് ചെയ്ത് വെച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അപ്പോൾ നമുക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇപ്പോൾ നമുക്ക് ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ ഈ പറഞ്ഞ പോലെ തന്നെ ഓഗസ്റ്റിൽ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഡേറ്റ് നോക്കി നിൽക്കരുത്. കാര്യം നമുക്ക് എന്ത് ചെയ്യണം? 2 ടയേഴ്സ് നമുക്ക് ക്ലിയർ ചെയ്യാനുണ്ട്, CBT 1 CBT 2. അപ്പോൾ നമുക്ക് ഈ വട്ടം നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്, അല്ലേ? അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത വേക്കൻസി ഉണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്രാക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഡീറ്റെയിൽ ആയിട്ടൊരു സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടൊരു ഡെയിലി ഒരു സ്ട്രാറ്റജി വെച്ചിട്ട്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ മുൻ വർഷത്തെ PYQs അനലൈസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണ് റീസെൻറ്റ് പാറ്റേൺസ് എന്തൊക്കെയാണ്, അതൊക്കെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. സോ AZB അക്കാഡമിയിൽ നമ്മുടെ RRB JEൻ്റെ ബാച്ചസ് അഡ്മിഷൻസ് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക, ടൈം കളയാണ്ട്. എനിക്ക് എത്ര പറയുള്ളൂ, നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക. കാര്യം നമ്മൾ
എത്രമാത്രം കോമ്പറ്റീഷൻ ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഏർലിയർ ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഏർലിയറായിട്ട് സ്റ്റാർട്ട് ചെയ്തുള്ള കാര്യം ഗുണം എന്താ, നമുക്ക് മാക്സിമം നമുക്ക് റിവിഷൻ ചെയ്യാൻ സമയം കിട്ടും, അത് നമ്മളെ കോൺഫിഡൻസ് നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ലേ. അതുകൊണ്ട് നേരത്തെ പഠിച്ചു തുടങ്ങുക. അതിനൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ നോട്ടിഫിക്കേഷൻ ഡേറ്റ് മറന്നു പോരുത്. നോട്ടിഫിക്കേഷൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവുന്ന ഡേറ്റും അതേപോലെ തന്നെ ക്ലോസിംഗ് ഡേറ്റും കഴിയുന്നതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു 3 to 4 days പ്രയർ ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഓക്കെ, താങ്ക് യു.